ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചില്ലി ഗോപിയാണ്. നമ്മളിങ്ങനെ ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ അവിടെ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് തരുന്ന ചില്ലി ഗോബി ഇല്ലേ, അത് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യസ്തപ്പെടുത്തി അതുപോലത്തെ ഒരു ചില്ലി ഗോപിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് ഇവയാണ്. ഒരു ബൗള് കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് എടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 പിഞ്ച് കായം, 1/4 ടീസ്പൂൺ വീതം ടൊമാറ്റോ സോസ്, സോയ സോസ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. 1 മുട്ട, ഇതും ഓപ്ഷനിലാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 പച്ചമുളക് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2-3 ഉണക്കമുളക്, കുറച്ച് മല്ലിയില കൊത്തിയരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചില്ലി ഗോബി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്കിനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിനി വെള്ളത്തിൽ കിടന്ന് നമുക്ക് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് പോകരുത്, 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിനി ഇതിൽ നിന്ന് വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളയാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ സോയ സോസും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ കായത്തിൻ്റെ പൊടി. ഇതൊന്ന് മുട്ടയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതുപോലെ 1/4 ഭാഗം മല്ലിയിലയും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക്
നമ്മുടെ മെയിൻ പൊടികൾ ചേർക്കാം. ആദ്യം കോൺഫ്ലവർ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസ് ആവാതെ കുറച്ച് കട്ടിയായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായ ബാറ്ററിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ ആദ്യം ഒന്ന് വേവിച്ചപ്പം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ബാലൻസ് ചെയ്തിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാറ്റർ നന്നായിട്ട് കോട്ടാവുന്ന വിധത്തിൽ കോളിഫ്ലവർ നമുക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവർ നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ട് ഈ ബാറ്റർ ഇതിൽ പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ബാറ്റർ കോട്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ച ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഉണക്കമുളക് ഇടാം. അത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും നമ്മൾ എടുത്ത് വെച്ച കുറച്ച് മല്ലിയും ചേർത്തെടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മുടെ ഗോബി കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മരിഞ്ഞ് മറ്റേ സൈഡ് നമുക്ക് മറിച്ചിട്ട് മുറിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഈ കോളിഫ്ലവർ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ക്രിസ്പി ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചില്ലി ഗോബി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.